നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നവൻ സൂചിപ്പിച്ചു. പത്രോസിൻ്റെ ജീവിതം കൊണ്ട് പരിശുദ്ധാത്മശക്തി വന്നതിന് ശേഷം പത്രോസിൻ്റെ ജീവിതം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിനു വേണ്ടി, തന്നിലൂടെ ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി പത്രോസ് മാറ്റിവെച്ചു. എന്നാൽ പത്രോസിൻ്റെ ജീവിതം മാത്രമല്ല, പത്രോസിൻ്റെ മരണം വഴിയും യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം. ഒരു ക്രിസ്തു ശിഷ്യൻ, ഒരു ക്രിസ്ത്യാനി കർത്താവിൻ്റെ നാമനിമിത്തം, ക്രിസ്തുവിലുള്ള വിശ്വാസ നിമിത്തം രക്തസാക്ഷിയായി മരിക്കുമ്പോൾ ആ മരണം വഴി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുകയാണ്. ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിച്ച പത്രോസ് തൻ്റെ മരണത്തിലൂടെയും ക്രിസ്തു പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം വരുത്തി. ഇതുതന്നെയാണ് അപ്പസ്തോലനായ പൗലോസും ചെയ്തത്. പൗലോസ് തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, എൻ്റെ ജീവിതം വഴിയാകട്ടെ മരണം വഴിയാകട്ടെ യേശു ക്രിസ്തു എന്നിലൂടെ മഹത്വപ്പെടണം. ഒരു യഥാർത്ഥ അപ്പസ്തോലൻ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഈ ലോകത്തിൽ ജീവിക്കുന്നതും മരിക്കുന്നതും അവൻ്റെ നേട്ടത്തിന് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഇന്ന് നമുക്കറിയാം, പണമുള്ള ചില വിശ്വാസികൾ, പണവും പ്രശസ്തിയുമുള്ള ചില ശുശ്രൂഷകന്മാർ മരിച്ചാൽ അവരുടെ മരണം തന്നെ വലിയ ആഘോഷമാക്കാറുണ്ട്. ഈ മരിച്ചുപോയ വ്യക്തി നിസ്സാരക്കാരനല്ല, വലിയ ഒരു മനുഷ്യനായിരുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി ആ ഡെഡ് ബോഡി ദിവസങ്ങളോളം സൂക്ഷിച്ചു വെച്ച് ഒരുപാട് ആളുകളെ വിളിച്ചുകൂട്ടി ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടത്തുന്ന പലരെയും ഇന്ന് നമുക്ക് കാണാം. അങ്ങനെ ആഘോഷപൂർവം നടത്തപ്പെടുന്ന ഇത്തരം കർമ്മങ്ങൾ വഴി ദൈവനാമം ഒരിക്കലും മഹത്വപ്പെടുകയില്ല. പിന്നെയോ ആ മരിച്ചുപോയ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമൊക്കെയാണ് മഹത്വം കിട്ടുന്നത്. അവരുടെ പണവും അവർക്കുള്ള ആൾ സ്വാധീനവും അതൊക്കെ വെളിപ്പെടുത്തുവാനുള്ള ഒരു അവസരങ്ങളായി ഇങ്ങനെ അവർ മരണത്തെ കാണുകയാണ്. എന്നാൽ അപ്പസ്തോലനായ പത്രോസിനോട് ക്രിസ്തു പറയുന്നത്, അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നവൻ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. ആദിമ നൂറ്റാണ്ടിൽ ഒരുപാട് ക്രിസ്ത്യാനികൾ അവരുടെ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സ്വീകരിച്ച ക്രിസ്തുവിശ്വാസ നിമിത്തം പലർക്കും ആഘോഷപൂർവമായ ഒരു ശവസംസ്കാരം കിട്ടിയില്ല. പലരെയും സിംഹങ്ങൾ കടിച്ചു കൊന്നു, പലരെയും അഗ്നിക്കിരയാക്കി, പലരും തടവിൽ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു. അങ്ങനെ അവരുടെ മരണം വഴി കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടു. 1 കൊരിന്ത്യർ 10:31 നമ്മോട് പറയുന്നത്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. 5-6 വർഷം മുമ്പ് വടക്കേ ഇന്ത്യയിൽ ദൈവവേല ചെയ്തിരുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗമായി, ക്ഷീണമായി. അദ്ദേഹം തൻ്റെ മരണത്തിന് മുമ്പേ പറഞ്ഞിരുന്നു, എൻ്റെ ശവസംസ്കാര ചടങ്ങ് ഒരു ആഘോഷമാക്കി കുറേ ദിവസം ഡെഡ് ബോഡി എടുത്തു വെച്ച് അതൊരു മേളമാക്കി തീർക്കാൻ പാടില്ല. വളരെ ലളിതമായ രീതിയിൽ ആ ചടങ്ങ് നടന്നു. കാരണം മരണം വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ മരണം വഴി അവരുടെയോ അവരുടെ ജീവനോടിരിക്കുന്ന ബന്ധുക്കളുടെയോ മഹത്വം ജനങ്ങൾ അവരെ പുകഴ്ത്തുന്നത് അല്പം പോലും ഇഷ്ടപ്പെടുന്നവരല്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 31 തൊട്ട്, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അതിപ്രധാനമായ ചില കാര്യങ്ങളാണ് ഇവിടെ കർത്താവ് സംസാരിക്കുന്നത്. ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഞാനോ
നിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒരു വലിയ പ്രലോഭനമാണ് പത്രോസിൻ്റെ മുന്നിൽ ഇനി വരാനിരിക്കുന്നത്. തൻ്റെ ഗുരുവിനെ ശത്രുക്കൾ പിടിക്കുന്നു. പത്രോസിനെയും പിടിക്കുമോ? പേടി നിമിത്തം 3 വട്ടം പത്രോസ് ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. ക്രിസ്തുവിന് അതെല്ലാം മുൻകൂട്ടി അറിയാം. പക്ഷേ ക്രിസ്തു ഇങ്ങനെ പറയുന്നില്ല, പത്രോസേ, നീ എന്നെ തള്ളിപ്പറയാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് പറയുന്നില്ല. പത്രോസ് എന്തായാലും തള്ളിപ്പറയും. പക്ഷേ തള്ളിപ്പറഞ്ഞാലും ക്രിസ്തു ഒരു കാര്യത്തിന് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്. ശീമോനെ, ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പത്രോസ് തള്ളിപ്പറഞ്ഞാലും പത്രോസിന് ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടമാകരുത്. ക്രിസ്തു ക്ഷമിക്കുന്നവനാണ്, സഹിക്കുന്നവനാണ്. ഏത് ലംഘനം ചെയ്താലും ഞാൻ കർത്താവിനോട് കണ്ണുനീരോടെ എൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ കർത്താവ് അത് ക്ഷമിച്ച് എന്നെ സ്വീകരിക്കും. ഇങ്ങനെയുള്ളൊരു വിശ്വാസം പത്രോസിൽ ഉണ്ടായിരിക്കണം. യൂദയും വലിയ തിന്മയാണ് ചെയ്തത്, ഒറ്റിക്കൊടുത്തു. പക്ഷേ യൂദയ്ക്ക് ഒരിക്കലും പിന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. അതായത്, ഇത്രയും വലിയ ദ്രോഹം ഞാൻ ചെയ്തു, ഇനി അനുതപിച്ചാൽ ക്രിസ്തു എന്നെ സ്വീകരിക്കും. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ യൂദയ്ക്കൊരിക്കലും കഴിഞ്ഞില്ല. അവൻ വിചാരിച്ചത്, ഞാൻ ചെയ്ത തെറ്റിന് ഇനി യാതൊരു പ്രതിവിധിയുമില്ല, എനിക്ക് കരുണ കിട്ടില്ല, കർത്താവ് എന്നെ അംഗീകരിക്കുകയില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാം. അവൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പത്രോസും നിസ്സാരമായ തെറ്റല്ല ചെയ്തത്. അവൻ 3 വട്ടം ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി അനുതാപത്തോടെ പൊട്ടിക്കരഞ്ഞു. പത്രോസ് തള്ളിപ്പറഞ്ഞെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് ഒരു ഇളക്കവും വന്നിരുന്നില്ല. വായ കൊണ്ട് നിഷേധിച്ചു എന്നുള്ളത് ശരിയാണ്. ഹൃദയത്തിൽ എപ്പോഴും കർത്താവിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തു, തള്ളിപ്പറഞ്ഞു, ഏറ്റുപറഞ്ഞാൽ കർത്താവ് എന്നെ സ്വീകരിക്കും. ആ വിശ്വാസം പത്രോസിന് നഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടില്ല? ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. പത്രോസിനെ മീൻ പിടിക്കുന്ന സന്ദർഭത്തിൽ കർത്താവായ യേശുക്രിസ്തു വിളിച്ചു. തുടർന്ന് പത്രോസിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, പത്രോസിൻ്റെ മരണം എങ്ങനെയായിരിക്കും, ഇക്കാര്യങ്ങളൊക്കെ യേശുക്രിസ്തുവിനറിയാം. ഇവിടെ പത്രോസിനോട് പറയുന്നത്, ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം. തുടക്കത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പത്രോസിന് പറ്റിയിട്ടുണ്ട്. തിടുക്കത്തിൽ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഗുരുവിനെ തള്ളിപ്പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷേ കർത്താവിന് ഒരു കാര്യം അറിയാം, ഇവൻ മടങ്ങി വരും, യഥാസ്ഥാനപ്പെടും. എന്നിട്ട് ദൈവസഭയിലെ ശിഷ്യന്മാരെ, മറ്റു വിശ്വാസികളെ ഉറപ്പിക്കും. ഇപ്പോൾ തുടക്കത്തിൽ പത്രോസ് ഈ ബലഹീനതയൊക്കെ കാണിച്ചാലും ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാലും പത്രോസ് ഭാവിയിൽ ഏത് രീതിയിലാണ് ശുശ്രൂഷിക്കുക കർത്താവിനെ? എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. സഹോദരന്മാരെ ഉറപ്പിക്കുന്ന ശുശ്രൂഷ പിന്നെ പത്രോസ് ചെയ്തു. ആദിമസഭയിൽ മറ്റു ശിഷ്യന്മാർക്കും വിശ്വാസികൾക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ പത്രോസാണ് അത് തീർത്തു കൊടുത്തത്. പല പ്രതിസന്ധികളിലും പത്രോസിൻ്റെ സഭാ നേതൃത്വം സഭയെ ഉറപ്പിച്ചു നിർത്തി. മാത്രമല്ല, പ്രതിസന്ധികളിലൂടെ, പരിശോധനകളിലൂടെ സ്വീകരിച്ച ക്രിസ്തുവിശ്വാസ നിമിത്തം ഉപദ്രവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ, അവരെങ്ങനെയാണ് പതറാതെ നിൽക്കേണ്ടത്? പ്രതികൂലങ്ങളിൽ പതറാതെ ക്രിസ്തീയ സഹോദരങ്ങൾ നിൽക്കണം. അവരെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള 2 ലേഖനങ്ങൾ എഴുതി. അതിലൊന്നാമത്തെ ലേഖനമാണ് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് പതുക്കെ നമ്മൾ പ്രവേശിക്കും. കർത്താവിന് ഒരു വ്യക്തിയെക്കുറിച്ചൊരു പ്രത്യേക പദ്ധതി ഉണ്ടെങ്കിൽ ചില അബദ്ധങ്ങൾ, വീഴ്ചകളൊക്കെ വന്നാലും
ആത്മാർത്ഥമായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ദൈവം എന്തുദ്ദേശത്തിന് വേണ്ടി ആ വിശ്വാസിയെ വിളിച്ചുവോ ആ ഉദ്ദേശം 100% ആ വിശ്വാസിയിലൂടെ തന്നെ നിറവേറും. ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് മീൻ പിടിക്കുന്ന പത്രോസിനെ വിളിച്ചു. ഉടനെ തന്നെ പത്രോസ് സകലവും വിട്ട് അനുഗമിച്ചു. പത്രോസിനെ വിളിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ ഈ പത്രോസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ഏതൊക്കെ രീതിയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ഏതൊക്കെ രീതിയിൽ കഷ്ടതകൾ സഹിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം, എങ്ങനെയാണ് ഇവൻ സഹോദരന്മാരെ ഉറപ്പിക്കേണ്ടത്, ഇളകിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളിൽ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ എങ്ങനെയാണ് ഇവൻ ഉറപ്പിക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. ഇടയ്ക്ക് ചില വീഴ്ചകൾ, പരാജയങ്ങൾ, അബദ്ധങ്ങളൊക്കെ വന്നാലും പത്രോസ് അനുദപിച്ച് അത് ഏറ്റു പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തുദ്ദേശത്തിന് വേണ്ടി പത്രോസിനെ വിളിച്ചുവോ ആ ഉദ്ദേശം മിസ്സായില്ല, 100% നിറവേറ്റി. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29:11 നമ്മോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനായിട്ടുള്ളതല്ല, നിങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് പത്രോസിനെ സംബന്ധിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം ഉദ്ദേശിച്ച പദ്ധതി പത്രോസിൽ നിറവേറി. ഹല്ലേലൂയ. തെറ്റേറ്റു പറയുവാൻ, അനുദപിച്ച് പൊട്ടിക്കരയുവാൻ പത്രോസ് മടിച്ചില്ല. അവൻ്റെ ലംഘനങ്ങൾ കർത്താവ് ക്ഷമിച്ചു. അവനെ വീണ്ടും ശുശ്രൂഷയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അത് പത്രോസ് പിന്നെ ചെയ്യുന്നുണ്ട്. സഹോദരന്മാരെ ഉറപ്പിച്ചു. പെന്തക്കോസ്ത് നാളിൽ മറ്റു ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ടു. പത്രോസും പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ടു. തുടർന്ന് പത്രോസ് ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. പരിശുദ്ധാത്മശക്തി ലഭിക്കുന്നതിന് മുമ്പ് പേടി തന്നെ പിടികൂടി. ക്രിസ്തുവിനെ ശത്രുക്കൾ പിടിച്ചപ്പോൾ അവൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ പിന്നീട് പരിശുദ്ധാത്മശക്തി, ഉയരത്തിലെ ശക്തി പ്രാപിച്ചപ്പോൾ ധൈര്യപൂർവം ആയിരക്കണക്കിന് ജനങ്ങളുടെ മധ്യേ നിന്നുകൊണ്ട് നിങ്ങൾ ക്രൂശിച്ച യേശു ക്രിസ്തു തന്നെയാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. കാരണം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പത്രോസ് വലിയ ജനക്കൂട്ടത്തോട് സുവിശേഷം പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൂട്ടുനിന്ന പലരും ആ ജനക്കൂട്ടത്തിലുണ്ട്. പത്രോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ നിങ്ങളുടെ രക്ഷാനായകനെയാണ് നിങ്ങൾ ക്രൂശിൽ തറച്ച് കൊന്നത്. അക്കാര്യം കേട്ടപ്പോൾ അവരുടെ ഹൃദയമാകെ നുറുങ്ങി. അവർ പത്രോസിനോട് ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് അപ്പോൾ പ്രസംഗിച്ച പ്രസംഗമാണ് ക്രിസ്തീയ സഭയുടെ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച പ്രസംഗം. ഒരു ക്രിസ്തീയ സഭയാണെങ്കിൽ അതിൻ്റെ അടിത്തറ എന്തായിരിക്കണമെന്ന് പത്രോസിൻ്റെ ഈ പ്രസംഗം നമ്മെ ബോധ്യമാക്കുന്നുണ്ട്. അത് വായിക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം 37 തൊട്ട് 42 വരെയുള്ള വാക്യങ്ങൾ. അതിനു മുമ്പ് പത്രോസ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം പറയുന്നു. ആ പ്രസംഗത്തിൻ്റെ അവസാനമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്, 36 തൊട്ട്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൂട്ടുനിന്ന ധാരാളം പേർ ആ സമൂഹത്തിലുണ്ട്, അല്ലാത്തവരുമുണ്ട്. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട്, ഏത് കേട്ടിട്ട്? അവരുടെ രക്ഷകനെ തന്നെയാണ് അവർ ക്രൂശിൽ തറച്ചത്. അത് കേട്ടിട്ട്, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും
സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതാണ് ക്രിസ്തീയ സഭയുടെ അടിത്തറ എന്ന് പറയുന്നത്. ഒന്നാമതായി, സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിച്ചവരാണ് തുടർന്ന് സ്നാനം സ്വീകരിക്കേണ്ടത്. അല്ലാതെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നു, അതുകൊണ്ട് അവരുടെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ സ്നാനപ്പെടുത്താം, അങ്ങനെ ഒരു ഉപദേശം ക്രിസ്തീയ സഭയിൽ ഇല്ല. അത് അപ്പസ്തോലികമായ ഉപദേശവുമല്ല. എന്താണ് അപ്പസ്തോലിക ഉപദേശം? അതാണ് നാം ധ്യാനിക്കുന്നത്. സുവിശേഷം കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. എന്താണ് ചെയ്യേണ്ടത്? അവർ ആവശ്യക്കാരാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞ ഈ അടിസ്ഥാന പ്രമാണം ഇന്നും ഒരുപോലെ ബാധകമാണ്. ഈ കാര്യങ്ങൾ എവിടെയുണ്ടോ അതാണ് യഥാർത്ഥ ക്രിസ്തീയ സഭ. ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സഭ വാസ്തവത്തിൽ ഒരു സംഘടനയാണ്. 2000 വർഷത്തെ പാരമ്പര്യമുണ്ടായാലും 10,000 വർഷത്തെ പാരമ്പര്യമുണ്ടായാലും ക്രിസ്തു സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ഈ അടിത്തറ ഇല്ലാത്തതൊക്കെ കേവലം സഭാസംഘടനകളാണ്. കുറേ ജനങ്ങളുണ്ടായിരിക്കാം, ധാരാളം സ്ഥാപനങ്ങളുണ്ടായിരിക്കാം, പണക്കൊഴുപ്പുണ്ടായിരിക്കാം, കാലപ്പഴക്കം ഉണ്ടായിരിക്കാം. അതൊരു സംഘടനയാണ്. ക്രിസ്തുവിൻ്റെ സഭയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്നാമതായി, സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടവർ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ജനം. അപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. ആദ്യം സുവിശേഷം കേൾക്കണം, അതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. രണ്ടാമത്, മാനസാന്തരപ്പെടണം. സുവിശേഷം കേട്ടിട്ട് മാനസാന്തരപ്പെടാതെ പോകുന്ന എത്രയോ ആളുകളുണ്ട്. രണ്ടാമത്, മാനസാന്തരപ്പെടണം. മൂന്നാമത്, സ്നാനപ്പെടണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ. സുവിശേഷം കേൾക്കുക, മാനസാന്തരപ്പെടുക, തുടർന്നാണ് സ്നാനം. ആയിരക്കണക്കിന് പേരോടാണ് പത്രോസ് സംസാരിക്കുന്നത്. സ്ത്രീകളുണ്ടായിരിക്കാം, മുതിർന്നവർ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അവരിൽ പലരും കുഞ്ഞുകുട്ടികളുമായി വന്നിട്ടുണ്ടായിരിക്കാം. പത്രോസ് പറഞ്ഞില്ല, നിങ്ങളുടെ 7 ദിവസം പ്രായമുള്ള, അല്ലെങ്കിൽ 7 മാസം പ്രായമുള്ള, അല്ലെങ്കിൽ 7 വയസ്സ് പ്രായമുള്ള കുട്ടികളെയും സ്നാനപ്പെടുത്തിക്കോളൂ. എന്തുകൊണ്ട് പറഞ്ഞില്ല? ആരെ സ്നാനപ്പെടുത്താനാണ് പത്രോസ് പറഞ്ഞത്? പത്രോസ് പറഞ്ഞതാണ് യഥാർത്ഥ അപ്പസ്തോലിക പ്രബോധനം. പത്രോസ് പറഞ്ഞത് ശിശുക്കളെ സ്നാനപ്പെടുത്താനല്ല, മുതിർന്നവരെ സ്നാനപ്പെടുത്തുവാനുമല്ല പറഞ്ഞത്. പിന്നെയോ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം എന്നാണ് കൽപ്പിച്ചത്. മാനസാന്തരപ്പെട്ടതിന് ശേഷം മാത്രമാണ് സ്നാനം. അത് അപ്പസ്തോലിക ഉപദേശമാണ്. ഇതിന് വിരുദ്ധമായതൊന്നും അപ്പസ്തോലിക പ്രബോധനമല്ല. ഒരാൾ പറയുകയാണ്, ഞാൻ സുവിശേഷം കേട്ടു, മാനസാന്തരപ്പെടാനൊന്നും മനസ്സില്ല, വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളും വചനവിരുദ്ധങ്ങളായ മതകർമ്മങ്ങളും തിന്മകളും ഉപേക്ഷിക്കുവാൻ എനിക്ക് മനസ്സില്ല. ശരി, അങ്ങനെയുള്ള വ്യക്തി സ്നാനപ്പെടേണ്ട കാര്യമില്ല. ഇനി പത്രോസ് ഇങ്ങനെ പറഞ്ഞില്ല, നിങ്ങളുടെ കൈക്കലുള്ള കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിവില്ല, മാനസാന്തരപ്പെടാനും കഴിവില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, മുതിർന്നവരെ, ഈ കുഞ്ഞുങ്ങൾക്ക് പകരമായി നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ മതി. ഈ കുഞ്ഞുങ്ങൾക്ക് പകരമായി നിങ്ങൾ വിശ്വാസം ഏറ്റു പറഞ്ഞാലും മതി.
വ്യക്തിപരമായി ഓരോരുത്തൻ മാനസാന്തരപ്പെടേണ്ട കാര്യമില്ല. വ്യക്തിപരമായി ഓരോരുത്തൻ വിശ്വാസം സ്വീകരിക്കേണ്ട കാര്യവുമില്ല. ഒരുവന് വേണ്ടി വേറൊരുവൻ വിശ്വസിച്ചാലും മതി. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ വിശ്വസിക്കുവാൻ കഴിവില്ല, മാനസാന്തരപ്പെടാനും കഴിവില്ല. അവർക്ക് തിരിച്ചറിവായിട്ടില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് തിരിച്ചറിവില്ലെങ്കിലും അവർക്ക് പകരമായി നിങ്ങൾ മാനസാന്തരപ്പെടൂ. അവർക്ക് പകരമായി നിങ്ങൾ സുവിശേഷം കേട്ട് വിശ്വസിക്കൂ. അങ്ങനെയായാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കും സ്നാനം കൊടുക്കാം. ഇങ്ങനെ ഒരു ഐഡിയ, ഇങ്ങനെ ഒരു കാര്യം പത്രോസ് പറഞ്ഞേയില്ല. പത്രോസ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾക്ക് പകരം നിങ്ങളുടെ അപ്പാപ്പനോ വല്യമ്മയോ മാനസാന്തരപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് പകരം വിശ്വാസം വേറെ ആരെങ്കിലും ഏറ്റുപറഞ്ഞാലും പ്രയോജനമില്ല. രണ്ട് വ്യക്തികളുടെ സമ്മതം, വിവാഹത്തിന് സമ്മതം ആവശ്യമാണ്. സ്നാനം എന്നുള്ളത് ക്രിസ്തുവിനോട് ചേരുവാനാണ്. അതുകൊണ്ട് സ്നാനപ്പെടുന്ന വ്യക്തി തന്നെ പൂർണ്ണമായിട്ടും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തിരിക്കണം. അല്ലാത്ത സ്നാനങ്ങൾ, ഒരുവന് പകരമായി വേറൊരുവൻ വിശ്വസിക്കുക, ഒരുവൻ മാനസാന്തരപ്പെടേണ്ടതിന് പകരം മറ്റൊരുവൻ മാനസാന്തരപ്പെടുക, എന്നിട്ട് ആൾമാറാട്ടം നടത്തി സ്നാനം കൊടുക്കുക, ഇതൊന്നും ബൈബിൾ പറയുന്ന സ്നാനങ്ങളല്ല, മനുഷ്യനിർമ്മിതമായ ചടങ്ങുകൾ മാത്രമാണ്. അവയുടെ പുറകെ പോയി ആരും വഞ്ചിക്കപ്പെടരുത്. അപ്പസ്തോലിക പ്രബോധനത്തിലേക്ക് മടങ്ങി വരണം. അപ്പസ്തോലിക പ്രബോധനം എന്ന് പറഞ്ഞാൽ അപ്പസ്തോലനായ പത്രോസും പൗലോസും ഒക്കെ എന്താണ് പഠിപ്പിച്ചത് അതാണ്. അതെവിടെ നമുക്ക് കിട്ടും? ഇന്ന് പല ചർച്ചകളിലും അപ്പസ്തോലിക പ്രബോധനത്തിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആ പ്രബോധനത്തിൻ്റെ പുറകെ പോയാൽ ഒരിക്കലും യഥാർത്ഥ അപ്പസ്തോലിക പ്രബോധനം, പത്രോസിൻ്റെയും പൗലോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും പ്രബോധനം, അവരുടെ ലേഖനങ്ങൾ, അത് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമാകാതെ ഈ അപ്പസ്തോലിക പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ പല സഭാപ്രബോധനങ്ങളുടെ പുറകെ പോയി നാം നശിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഗുണവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പത്രോസ് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് സ്നാനപ്പെടുമ്പോൾ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ദുരുപദേശമാണ്. ഏത് നാമത്തിലാണ് സ്നാനം എന്ന് കർത്താവ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാന ഭാഗത്തിൽ, നിങ്ങൾ സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. അത് ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്നുള്ളത്. അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ നിരാകരിക്കാനോ നമുക്കാർക്കും അധികാരമില്ല. കാരണം എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്ന ക്രിസ്തുവാണ് അങ്ങനെ കൽപ്പന തന്നിരിക്കുന്നത്. ഒരു യഥാർത്ഥ ക്രിസ്തു സഭയെ തിരിച്ചറിയുവാൻ പത്രോസിൻ്റെ ഈ പ്രസംഗമാണ് നമ്മെ സഹായിക്കുന്നത്. ഒന്നാമതായി സുവിശേഷം കേട്ട് വിശ്വസിക്കണം. രണ്ടാമത് മാനസാന്തരപ്പെടണം. മൂന്നാമതായി സ്നാനപ്പെടണം. അടുത്തതായി എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. 2-ാം അധ്യായത്തിൽ പത്രോസ് ഇപ്രകാരം പറയുന്നുണ്ട്, 2:17 തൊട്ട്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞ് ഏതാനും ചില വാക്യങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ഇന്ന കാര്യം കൂടി ചെയ്യണമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടും അന്ത്യകാലത്ത്, സംശയമില്ല. പക്ഷേ വചനത്തിൻ്റെ വ്യവസ്ഥ പാലിക്കുവാൻ തയ്യാറുള്ളവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുക. എനിക്ക് സ്നാനപ്പെടാനൊന്നും മനസ്സില്ല, പരിശുദ്ധാത്മാവിനെ തന്നാൽ മതി, ഞാൻ സഭയൊന്നും മാറാൻ പോകുന്നില്ല, ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ തരട്ടെ, അങ്ങനെയുള്ളവർക്കൊന്നും യഥാർത്ഥ പരിശുദ്ധാത്മാവിന് കിട്ടുകയില്ല. എല്ലാവർക്കും കിട്ടും, പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടണം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞ് ചില വാക്യങ്ങൾക്ക് താഴെ
അപ്പസ്തോലനായ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, 38 വാക്യം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിക്കും? എന്താണ് അപ്പസ്തോലിക പ്രബോധനം? പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുവാൻ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? എന്താണ് പത്രോസ് ഇക്കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചത്? തൈലം തേക്കാനോ എണ്ണ തേക്കാനോ അല്ല. തൈലം തേച്ചാൽ അല്ലെങ്കിൽ എണ്ണ തേച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്നുള്ളത് അപ്പസ്തോലിക പ്രബോധനമല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ, പുതിയ നിയമത്തിൽ അങ്ങനെ എണ്ണ തേച്ച് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ഒരു ചടങ്ങ് നമുക്കെവിടെയും കാണാൻ പറ്റില്ല. എന്നാൽ യഥാർത്ഥ പരിശുദ്ധാത്മാവിനെ ദൈവമാണ് കൊടുക്കുന്നത്. അതിനെന്താണ് ഒരുവൻ ചെയ്യേണ്ടത്? സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുക, അതിനുശേഷം സ്നാനം സ്വീകരിക്കുക, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ് പറഞ്ഞ ഈ തിരുവചനം ഈ നൂറ്റാണ്ടിലും നിറവേറിക്കൊണ്ടിരിക്കുന്നു. സഭയുടെ 2000 വർഷം നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിൽ എത്രയോ ആളുകളാണ് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നത്. ഈ നൂറ്റാണ്ടിലും ഈ നിമിഷവും ധാരാളം ആളുകൾ സുവിശേഷം കേൾക്കുന്നു, മാനസാന്തരപ്പെടുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്നു. അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. എണ്ണ തേച്ചിട്ടല്ല, പിന്നെയോ മാനസാന്തരപ്പെട്ട് ജലത്തിൽ മുങ്ങി സ്നാനം സ്വീകരിച്ചപ്പോൾ അവർക്ക് യഥാർത്ഥ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയെ തടുക്കുവാൻ ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ മതങ്ങൾക്കോ സഭകൾക്കോ സഭാ നേതാക്കൾക്കോ സാധ്യമല്ല. കാരണം ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് വളരെ എതിർപ്പുള്ള ഇടങ്ങളിൽ പോലും ഇന്നും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. ഒരു ക്രിസ്തീയ സഭയെ തിരിച്ചറിയുവാനുള്ള ലക്ഷണങ്ങളാണ് പത്രോസിൻ്റെ ഈ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാമത്, സുവിശേഷം കേട്ട് വിശ്വസിക്കണം. പിന്നീട് മാനസാന്തരപ്പെടണം. അതിനുശേഷം സ്നാനം സ്വീകരിക്കണം. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. തുടർന്ന് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി, സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്, പിശാചിൻ്റെ പിടിയിലാണ് എന്ന് യോഹന്നാൻ അപ്പസ്തോലൻ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ഈ ലോകത്തെ വിളിച്ചത് ദുഷ്ടലോകം എന്നാണ്. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി നിയന്ത്രിക്കുന്നത്, സിസ്റ്റം നിയന്ത്രിക്കുന്നത് അന്ധകാര ശക്തികളാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് സുവിശേഷത്തിന് ശക്തമായ എതിർപ്പ്. പല ക്രിസ്തീയ സഭകൾ തന്നെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനും അപ്പസ്തോലന്മാരുടെ ഉപദേശത്തിനും നേരെ വിപരീതമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സഭാപ്രബോധനങ്ങൾ, വിജാതീയവൽക്കരണം, ഇതൊക്കെയാണ് വലിയ കാര്യമായി കൊണ്ടു നടക്കുന്നത്. അതിന് കാരണം ഇതാണ്: ഇത് വക്രതയുള്ള തലമുറയാണ്, വഴിപിഴച്ച തലമുറയാണ്, ദൈവത്തിനും അവിടുത്തെ വചനങ്ങളോടും മത്സരിക്കുന്ന ഒരു തലമുറയാണ്. കാരണം അന്ധകാര ശക്തികളാണ് ലോകത്തിൻ്റെ വ്യവസ്ഥിതിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുവാൻ ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പത്രം മുഖേനയോ ടി വി മുഖേനയോ വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ മനസ്സിലാകും. എന്നാൽ ഇവിടെ പത്രോസ് പറയുന്നു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. And magnify your